മനസ്സിലാക്കണം. സ്ത്രീകളിൽ അള്ളാഹു തആല ഉമ്മയാവുക, ഒരു കുടുംബത്തിന് ഡീൽ ചെയ്യുക എന്ന ഒരു ആവശ്യത്തിന് വേണ്ടി സ്ത്രീകൾക്ക് അള്ളാഹു കുറേ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പുരുഷന്മാർക്കില്ല. ആ ഡിഫറൻസ് സൈക്കോളജിയിൽ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ, കണ്ണടക്കണേ. ഇത് ഞാൻ പറയുന്ന കുറച്ച് പൂവുകളെ കുറിച്ച് നിങ്ങൾ അതിനൊരു ഇമാജിനേഷൻ കൊണ്ടുവരണേ. റോസാപ്പൂവ് മനസ്സിൽ വന്ന ആർക്കെങ്കിലും വന്നോ? റോസാപ്പൂ വന്നൊരു കൈ പൊക്കിക്കേ. യെസ്. മുല്ലപ്പൂ വന്നോ? ഒന്ന് കൈ പൊക്കിക്കേ. മുല്ല. ചെമ്പരത്തി വന്നോ? വന്നു. ബിസ്ലെ ഫ്ലവർ വന്നോ? ബിസ്ലെ വന്നൊരു കൈ പൊക്കിക്കേ. അതിന് കണ്ണു തുറന്നേ. ബിസ്ലെ എന്നുള്ള പൂവ്. ബിസ്ലെ വന്നില്ലല്ലോ. എന്നാ കണ്ണു തുറന്നോളെ. അങ്ങനെ പൂവ് ലോകത്തില്ല. എന്നതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല സംഭവങ്ങളും അള്ളാഹു തആല പുരുഷന് വെച്ചിട്ടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല സംഭവങ്ങളും പുരുഷൻ അള്ളാഹു തആല വെക്കാത്തതിനെ ആഗ്രഹിച്ചുകൊണ്ടായി തർക്കിക്കുന്നത്. മനസ്സിലായോ? എന്നൊരു എക്സാമ്പിൾ ഞാൻ പറയാം. കണ്ടറിയാൻ എന്ന സാധനമുണ്ട്. കണ്ടറിയാം. നിങ്ങൾ ഭർത്താവ് കയറി വരുമ്പോൾ ആ മോൻ കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു കാര്യമായിട്ട് പ്രശ്നമുണ്ട്, വേഗം കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കട്ടെ. നിങ്ങൾ ചോദിക്കുക എന്തേ പറ്റിയേ, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പനിക്കുണ്ടാവും, നമ്മൾ മുഖമൊക്കെ വാടിയിട്ടുണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കണ്ട എന്തിനാ എനിക്ക് പറ്റിയെന്ന് ചോദിക്കാനല്ലേ? ചോദിച്ചിട്ടുണ്ട് അത്രയും കാലം. പനിയല്ല നമ്മളെ പ്രശ്നം. പനി ചിലപ്പോൾ ഭയങ്കര ഡിഗ്രി പനിക്കുണ്ടാവും. വൈകുന്നേരം വരുമ്പോൾ ഇയാൾ ചോദിക്കുമോ നമുക്ക് ഇയാൾക്കൊരു ക്ഷീണം, പോയി കടന്നോ, കഴിഞ്ഞ്. പക്ഷെ നിങ്ങളോ പനിക്കുമ്പോൾ ചെന്ന് തലോടി തിരിച്ചു കിട്ടുന്ന ആഗ്രഹിക്കുന്നു. ഭക്ഷണം ഇങ്ങനെ വിളമ്പി നിങ്ങൾ ഇട്ട് കൊടുക്കും. അപ്പം തിരിച്ചൊന്ന് വിളമ്പിടാൻ പൂതിണ്ടാവും. കിട്ടുമോ? കണ്ടറിയലാണത്. മുമ്പ് ഞാൻ ഇതുപോലൊരു ക്ലാസ് എടുത്തു കേട്ടോ. ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ കണ്ടറിയാൻ കഴിവുള്ള പുരുഷനാണെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരാളാണ്. മിക്കവാറും ആ ക്വാളിറ്റി ഉള്ള ഒരാളെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം കണ്ടറിയാനുള്ള സംഭവം കുറവാണ്. ഓരോ ചിന്തതും നിങ്ങൾ ഇമോഷണൽ ആണല്ലോ. അങ്ങനെ എപ്പോഴും ഇങ്ങനെ തഴുകണം, തലോടണം, ഇങ്ങനെ ഇത് കിട്ടണം. ഈ തഴുകാൻ തലോടാണ് ഫുൾ ടൈം മുമ്പ് പൊരേ കുത്തിരുന്ന പൊര പട്ടിണി. അപ്പോൾ കുറച്ചോ ഇതും പോടാൻ പോയിട്ട് പൈസ ഉണ്ടാക്കുക, ലോറി ഓട്ടടാന്ന് പറയാണ്, വിടറാ ഗൾഫിലേക്ക്. അങ്ങനെ പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തലോടാനും തഴുകാനും നിന്നാൽ വയറ് പിന്നെ വേറെ ആരോ ഒന്ന് തലോടേണ്ടി വരും. അപ്പം അവിടെ നിന്നല്ല, ഒരു ഫോക്കസ്ഡ് ആണ്, ജോലി ഫോക്കസ്ഡ് ആണ്. ആ ജോലിയിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള അവർ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ തഴുകാനും തലോടാനും മൊത്തം നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്നുള്ളതുകൊണ്ട് റബ്ബ് തആലയുടെ സൃഷ്ടിപ്പ് അവർക്ക് കൂടുതൽ ഇമോഷൻസ് കൊടുത്താൽ ആ വീട്ടിലായി പോകുന്നുള്ളതുകൊണ്ട് ഓരോടും ജോലി ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ മുമ്പിൽ വന്നൊരു കേസ്. കണ്ടറിയില്ലേ മനുഷ്യന്ന ഒരു എക്സാമ്പിൾ പറയാം. ആ ഇത്താത്തക്ക് കരിമ്പിൻ്റെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. ഭർത്താവ് നല്ല ഭർത്താവ്, പാവാണ്, നന്നായി നയിക്കാൻ പോവുകയും ചെയ്യും. പക്ഷേ കോഴിക്കോട് വരെ ഇവർ ബൈക്കുമ്പോൾ പോകുമ്പോൾ ഒരു ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണെങ്കിൽ 50 കരിമ്പ് ജ്യൂസെങ്കിലും ഉണ്ടാവില്ല ഇവിടെ നടത്തുമ്പോഴേക്ക്. ഈ താത്തൻ്റെ മനസ്സിലുണ്ട് ഇന്നോടൊന്ന് കണ്ടറിഞ്ഞ കരിമ്പ് ജ്യൂസ് വേണമെന്ന് ചോദിച്ചെങ്കിൽ മൂപ്പരാണെങ്കിൽ അവിടെ ഓഫീസിൽ എന്തോ ശരിയാക്കാൻ പാസ്പോർട്ട് ഓഫീസിൽ പോകാന്ന് കൂട്ടിക്കൊള്ളി. മൂപ്പര സ്ഥലത്ത് മുഴുവൻ അവിടെ എത്താനുള്ള വണ്ടി ബ്ലോക്കാവോ പ്രശ്നമാവോ. അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് എത്തി. അപ്പം കണ്ടറിഞ്ഞില്ല പോയി. അടുത്ത കരിമ്പ് ടക്ക അവിടെയെങ്കിലും നിർത്തി ചോദിക്കേക്കും. അവൻ പോയി ടക്ക അത് പോയി. ഏകദേശം 50 കണ്ടറിയിൽ മിസ്സായതോടെ കൂടി പിന്നെ അങ്ങനെ ഇറങ്ങിയിട്ട് നിങ്ങൾക്കൊരു ഒരു കരിമ്പ് ജ്യൂസ് വാങ്ങി. അല്ലോ കരിമ്പ് ജ്യൂസ് എന്നാൽ കയറി വളരെ തിരിച്ചും പോയി വാങ്ങിത്തരാൻ തയ്യാറ്. പക്ഷെ എന്ത് കഴിവില്ല? കണ്ടറിയാനുള്ള കഴിവ് ഇല്ല. ഇങ്ങനെ ഒരു വലിയ പ്രശ്നം മാറി. കണ്ടറിയുക എന്നത് പുരുഷന് കുറവാണ്. അയാൾ വേണമെങ്കിൽ 100 കരിമ്പ് ജ്യൂസ് വാങ്ങിത്തരാൻ തയ്യാറുള്ള മനുഷ്യനാണ് അല്ലേ? ഇവിടെ നിന്ന് കുടിച്ച് അപ്പുറത്ത് നിന്നാൽ അവിടെ നിർത്തി നിങ്ങൾക്ക് വാങ്ങിത്തരാൻ മൂപ്പർ റെഡി. കാരണം ഹിസ് ലിവിങ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യനെ ഓടുന്നത് മുഴുവൻ. നിങ്ങളും ചിരിച്ച് കാണാൻ, നിങ്ങളും സന്തോഷിച്ച് കാണാൻ, നിങ്ങൾ സമാധാനിച്ച് കാണാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള കൂടുതൽ ആളുകൾ പ്രവാസികളായിരിക്കും, ഭർത്താക്കന്മാർ. എന്തിനാണ് ആ ഖത്തറിൽ പോയി മിസൈലിൻ്റെ ചോട്ട് കുത്തിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ ഒരു കുഞ്ഞു വയറ് നിറക്കാൻ എന്തിനാ? ആ ഒരു മനുഷ്യന് കിടന്നുറങ്ങാൻ. ഒരു കിടന്നുറങ്ങുന്നത് അട്ടിയിട്ട കട്ടിൽമലാണ്. അതിൻ്റെ ഉള്ളിൽ മെല്ലെ പോയി കിടന്നുറങ്ങാൻ. എന്നിട്ട് നമുക്കിവിടെ വലിയ വീടും വലിയ കട്ടിലും ഉണ്ടാക്കിയിട്ട് എവിടെ കിടക്കുന്നത്? ഞാൻ AC ഇട്ടിട്ടാണ് കിടക്കുന്നത്.
അപ്പം നിങ്ങളെന്താ ഉറക്കം പറയാത്തത്? ഓരോ ഉറക്കം പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഒപ്പമുള്ളവരെ. എന്നിട്ട് മൂപ്പർക്ക് മെല്ലെ മെസ്സേജ് അയച്ച് നേരം വെളുപ്പിക്കുകയാണ്. എവിടെ? ഒരു ഇത്ര സ്ഥലത്ത് 10 കട്ടിൽ അട്ടിക്കിട്ടിട്ടിട്ട് മൂപ്പര് ആ പാവം ജീവിക്കുന്നത് അങ്ങനെ. അവർ കുബൂസ കഴിക്കുന്നത്. നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം കല്യാണം കഴിഞ്ഞു, സൽക്കാരം കഴിഞ്ഞു, വേറെ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് മന്തി ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ ഓരപ്പോഴും കുബൂസിൽ പഴയത് ഒഴിച്ചിട്ട് കഴിക്കുകയാണ്. എന്തിനാണ് സാധു പോയത്? നിങ്ങൾ സന്തോഷിക്കാൻ. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് മാത്രം പോരാ, കരിമ്പ് ജ്യൂസ് കണ്ടറിയണം. ചോദിച്ചോളി, മൂപ്പർക്ക് ഒരു 20 രൂപ പ്രശ്നമല്ല. കാരണം ഈസ് ലിവിങ് ഫോർ യു, ഈസ് ടേക്കിംഗ് ഹാർഡ് വർക്ക് ഫോർ യു. നിങ്ങളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാം ചെയ്യുന്നത്. പക്ഷെ കണ്ടറിയാനുള്ള കഴിവ് ആണിന് കുറവാണ്. അപ്പോൾ ഇനി കരിമ്പ് ജ്യൂസ് കണ്ടാൽ എന്ത് ചെയ്യണം? മെല്ലെ തോണ്ടി കാക്കേ കരിമ്പ് ജ്യൂസ് ആണോ? ഒന്ന് മതിയോ? 3 കുടിച്ചോ, 60 റുപ്യ ആവുള്ളൂ. ഇത് ആ 50 വട്ടങ്ങൾ ടെൻഷൻ ആണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ക്ലിയർ ആയോ? ഓഡിയോ കണ്ടറിയാനുള്ള